ഹരി ഓം, നമസ്തേ. ജ്യോതിഷപരമായ അറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ പലരും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അണിയുന്ന ഓരോ വസ്തുവിനും ഓരോ നിറത്തിനും നമ്മുടെ വിധിയെപ്പോലും സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് ഋഷീശ്വരന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കൈകളിൽ കെട്ടുന്ന ചരടുകൾ, പ്രത്യേകിച്ച് കറുത്ത ചരട്. ഇന്നത്തെ കാലത്ത് ഒരു ഫാഷൻ എന്ന നിലയിലോ അല്ലെങ്കിൽ കണ്ണുദോഷം മാറാനാണെന്ന ധാരണയിലോ ആഭാലവൃദ്ധം ജനങ്ങളും കയ്യിൽ കറുത്ത ചരട് കെട്ടി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കുക, കറുത്ത ചരട് എല്ലാവർക്കും ഉള്ളതല്ല. ചില നക്ഷത്രക്കാർ കറുത്ത ചരട് കയ്യിൽ കെട്ടുന്നത് വലിയ വിപത്തുകളെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഇത്തരം ചെറിയ തെറ്റുകളാവാം ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണമാവുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് കറുത്ത ചരട് കർശനമായും ഒഴിവാക്കേണ്ടതെന്നും അവർക്ക് പകരം ഏത് നിറമാണ് ഭാഗ്യം നൽകുന്നതെന്നും എന്തുകൊണ്ടാണ് ഇവർക്ക് കറുപ്പ് ദോഷകരമാകുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറുപ്പ് എന്ന നിറത്തിന്റെ പ്രത്യേകതയാണ്. ജ്യോതിഷത്തിൽ കറുപ്പ് നിറം ശനി ഭഗവാനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശനി എന്നാൽ തടസ്സങ്ങളും കാലതാമസവും കർമ്മഫലങ്ങളും നൽകുന്ന ഗ്രഹമാണ്. മാത്രമല്ല, കറുപ്പ് എന്ന നിറം പ്രകാശത്തെ ആകർഷിച്ചെടുക്കുന്ന ഒന്നാണ്. നെഗറ്റീവ് എനർജിയെ പിടിച്ചു നിർത്താൻ കറുപ്പിന് കഴിവുണ്ട്. അതുകൊണ്ടാണ് ദൃഷ്ടിദോഷം മാറാൻ നമ്മൾ കറുപ്പ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചില നക്ഷത്രക്കാരുടെ അധിപന്മാർ എന്ന് പറയുന്നത് സൂര്യനും ചൊവ്വയും വ്യാഴവും ഒക്കെയാണ്. പ്രകാശസ്വരൂപനായ സൂര്യന്റെ നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾ ഇരുട്ടിന്റെ നിറമായ കറുപ്പ് ധരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഊർജങ്ങളുടെ വലിയൊരു സംഘട്ടനമാണ്. അത് ആ വ്യക്തിയുടെ തേജസ്സിനെ കെടുത്തി കളയുന്നു. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. കറുത്ത ചരട് കയ്യിൽ കെട്ടാൻ പാടില്ലാത്ത ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ സൂര്യന്റെ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ 3 നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അബദ്ധവശാൽ പോലും കറുത്ത ചരട് കൈകളിൽ ധരിക്കരുത്. സൂര്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പ്രകാശമാണ്, ആത്മാവിന്റെ കാരകനാണ്. ശനിയാകട്ടെ സൂര്യന്റെ പുത്രനാണെങ്കിലും കടുത്ത ശത്രുതയിലാണ് വർത്തിക്കുന്നത്. വെളിച്ചവും ഇരുട്ടും പോലെയാണത്. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം കുറയുകയും അകാരണമായ ഭയം മനസ്സിൽ കൂടുകയും ചെയ്യും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുക, പിതാവിനോ പിതൃസ്ഥാനീയർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നേത്ര സംബന്ധമായ അസുഖങ്ങൾ അലട്ടുക എന്നിവയൊക്കെ ഇതിന്റെ ഫലമായി വരാം. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോവുകയോ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അതൃപ്തി ഉണ്ടാവുകയോ ചെയ്യാം. അതിനാൽ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർ കറുത്ത ചരട് ഒഴിവാക്കി പകരം ചുവപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലോ ഉള്ള ചരട് കെട്ടുന്നതാണ് ഉത്തമം. ഇത് നിങ്ങളുടെ സൂര്യബലം വർദ്ധിപ്പിക്കാനും ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ചൊവ്വയുടെ നക്ഷത്രക്കാരായ മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. ചൊവ്വ എന്ന് പറയുന്നത് രക്തത്തിന്റെ കാരകനാണ്, വീര്യത്തിന്റെയും ശൗര്യത്തിന്റെയും ഗ്രഹമാണ്. ചൊവ്വയുടെ നിറം ചുവപ്പാണ്. ഈ നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കുമ്പോൾ അത് ചൊവ്വയുടെ പോസിറ്റീവായ എനർജിയെ തളർത്തുകയാണ് ചെയ്യുന്നത്. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രക്കാർ കറുപ്പ് ധരിച്ചാൽ സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കൂടാതെ പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അതുവഴി ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, രക്തസംബന്ധമായ അസുഖങ്ങളോ ചെറിയ ചെറിയ അപകടങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയും ജ്യോതിഷം മുൻകൂട്ടി കാണുന്നു. പലപ്പോഴും കാര്യങ്ങൾ നടക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പ് മുടങ്ങിപ്പോകുന്ന അവസ്ഥ ഇവർക്കുണ്ടായേക്കാം. വിവാഹ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാനും ഇത് കാരണമായേക്കാം. അതിനാൽ ചൊവ്വയുടെ അനുഗ്രഹം ലഭിക്കാനായി ഈ നക്ഷത്രക്കാർ കടും ചുവപ്പ് നിറത്തിലുള്ള ചരടാണ് ധരിക്കേണ്ടത്. സുബ്രഹ്മണ്യ സ്വാമിയെയോ ഭദ്രകാളിയെയോ പ്രാർത്ഥിച്ച് ചുവന്ന ചരട് കെട്ടുന്നത് നിങ്ങളുടെ ശത്രുദോഷങ്ങൾ മാറാനും ധൈര്യത്തോടുകൂടി കാര്യങ്ങളെ നേരിടാനും സഹായിക്കും. ഇനി കറുപ്പൊഴിവാക്കേണ്ട മറ്റൊരു കൂട്ടർ വ്യാഴത്തിന്റെ നക്ഷത്രക്കാരാണ്. പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ ആണവർ. ദേവഗുരുവാണ് വ്യാഴം. ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും വിദ്യയുടെയും കാരകനാണ്. വ്യാഴത്തിന്റെ നിറം മഞ്ഞയാണ്. സാത്വികമായ ഗുണമുള്ള വ്യാഴത്തിന്റെ നക്ഷത്രക്കാർ തമോ ഗുണമുള്ള കറുപ്പ് ധരിക്കുമ്പോൾ അത് വിദ്യയിലും ബുദ്ധിയിലും മാന്ദ്യമുണ്ടാക്കുന്നു. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ കറുത്ത ചരട് കെട്ടിയാൽ സാമ്പത്തികമായ തടസ്സങ്ങൾ വിട്ടുമാറാതെ നിൽക്കും. എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ധനം ലഭിക്കാത്ത സാഹചര്യമോ ഉണ്ടാകാം. കൂടാതെ ഓർമ്മക്കുറവ്, ഏകാഗ്രതക്കുറവ് എന്നിവ വിദ്യാർത്ഥികളായ കുട്ടികളിൽ കാണപ്പെടാം. മുതിർന്നവർക്കാണെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം കുറയുകയും തെറ്റായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുമുണ്ട്. കരൾ സംബന്ധമായതോ ദഹന സംബന്ധമായതോ ആയ ആരോഗ്യ പ്രശ്നങ്ങളും അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വ്യാഴത്തിന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനായി ഈ നക്ഷത്രക്കാർ മഞ്ഞ നിറത്തിലുള്ള ചരട് ധരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നോ പൂജിച്ച മഞ്ഞച്ചരട് ധരിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് മാത്രം ഇത്രയും വലിയ ദോഷം വരുന്നത് എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം.
ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ ഒരു സ്പന്ദനവും ഊർജവുമുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും ചരടുകളും ആ ഊർജത്തോട് യോജിച്ചു പോകുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഓറയെ, അതായത് നമുക്ക് ചുറ്റുമുള്ള പ്രഭാവലയത്തെ മലിനമാക്കും. കറുപ്പ് നിറം ശനിയുടേതാണ് എന്ന് നമ്മൾ പറഞ്ഞു. ശനി അശുഭനല്ല, പക്ഷെ ശനി നൽകുന്നത് പരീക്ഷണങ്ങളാണ്. സൂര്യന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും നക്ഷത്രക്കാർ സ്വതവേ ഊർജ്ജസ്വലരും മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇവരെ ശനിയുടെ നിറം കൊണ്ട് വരിഞ്ഞു മുറുക്കുമ്പോൾ അത് അവരുടെ സ്വാഭാവികമായ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. ഒരു ഓട്ടക്കാരന്റെ കാലിൽ ഭാരമുള്ള ചങ്ങല കെട്ടിവെച്ചാൽ അയാൾക്ക് എങ്ങനെ ഓടാൻ കഴിയും? അതുപോലൊരു അവസ്ഥയാണ് ജ്യോതിഷപരമായി ഇവിടെ സംഭവിക്കുന്നത്. ഇനി കറുത്ത ചരട് കെട്ടിയിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്ന ചില ലക്ഷണങ്ങൾ കൂടി പറയാം. നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ ഒന്ന് സ്വയം പരിശോധിക്കുക. കറുത്ത ചരട് കെട്ടിയതിനു ശേഷം നിങ്ങൾക്ക് വല്ലാത്ത മടി അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. രാവിലെ എഴുന്നേൽക്കാൻ മടി, ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ ശനിയുടെ സ്വാധീനം കൂടുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ വീട്ടിൽ അകാരണമായ വഴക്കുകൾ, മനസ്സമാധാനമില്ലായ്മ, വെറുതെ ഇരിക്കുമ്പോൾ പോലും എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയുള്ള തോന്നൽ, ഇതൊക്കെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷണമാണ്. ചിലർക്ക് കറുത്ത ചരട് കിട്ടിയ ഭാഗത്ത് ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. അതും ശരീരം ആ ഊർജത്തെ തിരസ്കരിക്കുന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജ്യോതിഷം എന്നത് വെറുമൊരു വിശ്വാസമല്ല, അതൊരു ശാസ്ത്രമാണ്. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും രശ്മികൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുമ്പോൾ അതിനെ അനുകൂലമാക്കി മാറ്റാനുള്ള വഴികളാണ് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. കാർത്തിക, ഉത്രം, ഉത്രാടം, മകയിരം, ചിത്തിര, അവിട്ടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നീ 9 നക്ഷത്രക്കാർ ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കറുത്ത ചരട് അഴിച്ചു മാറ്റുക. അത് വെറുതെ അഴിച്ചു കളഞ്ഞാൽ പോരാ. അത് അഴിച്ചതിന് ശേഷം ഒഴുക്കുള്ള വെള്ളത്തിൽ കളയുകയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് കുഴിച്ചിടുകയോ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നക്ഷത്രാധിപന് അനുകൂലമായ നിറത്തിലുള്ള ചരട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചു കെട്ടുക. സൂര്യന്റെ നക്ഷത്രക്കാർ ഞായറാഴ്ച ദിവസങ്ങളിലും, ചൊവ്വയുടെ നക്ഷത്രക്കാർ ചൊവ്വാഴ്ച ദിവസങ്ങളിലും, വ്യാഴത്തിന്റെ നക്ഷത്രക്കാർ വ്യാഴാഴ്ച ദിവസങ്ങളിലും വേണം പുതിയ ചരട് ധരിക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങളുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ചരട് കെട്ടുമ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കെട്ടുന്നതാണ് ഏറ്റവും ഉത്തമം. അഥവാ അതിന് സാധിച്ചില്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം സ്വന്തമായി കെട്ടാവുന്നതാണ്. സ്ത്രീകൾ ഇടത് കൈയിലും പുരുഷന്മാർ വലത് കൈയിലും കെട്ടണം എന്നാണ് വിധി. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് കയ്യിലെ സൗകര്യമനുസരിച്ച് കെട്ടുന്നതിൽ വലിയ തെറ്റില്ല എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എങ്കിലും വിധിപ്രകാരം ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം അന്ധവിശ്വാസമല്ല. നിറങ്ങൾക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സ്വാധീനിക്കാൻ കഴിയും എന്ന് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ ഗ്രഹസ്വാധീനമുള്ള നിറങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇരുട്ടിനെ മാറ്റുക തന്നെ വേണം. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് ഈ 9 നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കറുപ്പ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ല. നിറങ്ങളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അനുകൂലമായത് മാത്രം സ്വീകരിക്കുക. ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക്, അതായത് ശനിയുടെയും ശുക്രന്റെയും ബുധന്റെയും ഒക്കെ നക്ഷത്രക്കാർക്ക് കറുപ്പ് ധരിക്കുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാൽ